100 കോടി ഉണ്ടെങ്കിൽ എത്രയോ എത്തിയും മക്കളെ അവർക്ക് ദാനം ചെയ്യാം. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താല ആ വ്യക്തിക്ക് എത്ര പുണ്യം കിട്ടും. നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിലേ 100 കോടി രൂപ തരാൻ വരെ ഇവിടെ ആളുകളുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, കണ്ടോക്ക്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടി, ആ നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നു. അവര് ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ. അവർക്കിപ്പോ കുടുംബമില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. മലയാള സിനിമയിലെ പഴയകാല ഡയറക്ടർ വിജി തമ്പി ജനൻ ടിവിയിലെ ഒരു പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞ കാര്യമാണ് എനിക്ക് കേട്ടത്. വിജി തമ്പി ജനൻ ടിവിയിൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉദ്ദേശിച്ചത് മഞ്ജു വാര്യരാണ്. ഇപ്പൊ ഫാമിലി പോലും ഇല്ല എന്ന് ഒരു ബാഡ് കമന്റ് പറഞ്ഞു ചെയ്തിരുന്നു. ഫാമിലി പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി, സൂപ്പർ സ്റ്റാർ ലേഡീസ് 100 കോടി കൊടുക്കാന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് വരാൻ. കാരണം ഇസ്ലാമിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ 100 കോടി കൊടുത്തിട്ട് അതിന് വന്നതിന് ശേഷം അതിന്റെ ബാക്കിൽ ആൾക്കാർ വരുവിച്ചിട്ടാവും. കാരണം ഇസ്ലാം വളരണല്ല. അപ്പൊ അതിനും വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാണ്. 100 കോടി കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ മഞ്ജു വാര്യര് തല കുത്തി നിന്നാലും വായ തുറന്നിട്ട് ഒരു വാക്ക് പറയുക. പറയുന്നത് കാണാം. പറയേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ. കാരണം ഇതിനു മുമ്പ് ദിലീപിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും പല 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 ചാനലുകളും ഒരു വാക്കിന് വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടും വാ തുറന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല മഞ്ജു വാര്യർ. അത് ശരിക്കറിയ വിജി തമ്പി മനഃപൂർവ്വം ആ സ്റ്റാറിനെ പറഞ്ഞതാണ്. അതായത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. വേറെ ആരെങ്കിലും പറയണമെങ്കിൽ വളവളവളാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയാനേ. അത് നോക്കണം. വേറെ ആരും വരാനില്ലല്ലോ ഇവിടെ. കാരണം ഇസ്ലാം ഇങ്ങനെ കിടക്കല്ലേ മരുഭൂമി പോലെ. എന്താപ്പത് ഓരോരുത്തർക്ക് 100 കോടി കൊടുത്തിട്ടാണ് ഇസ്ലാമിക്ക് എല്ലാവരും കൊണ്ടുവന്നത്. ഇസ്ലാമിൽ ഇഷ്ടം പോലെ ഇസ്ലാം താനേ വളർത്തുന്നുണ്ട്. ആ വിജി തമ്പി കണ്ടിട്ടുണ്ടാവില്ലേക്കാരം. മൂപ്പര് ഇപ്പൊ എന്തായാലും ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രസ്താവന പറയണല്ലോ. എവിടെയാണ് ജനത്തിലല്ലേ ഇരിക്കുന്നേ? ജനത്തിലല്ല മരത്തിലല്ല ഇരിക്കുന്നേ. അപ്പൊ പിന്നെ അവിടെ അതിനും അനുസരിച്ചുള്ള രീതിയിൽ കാച്ചി കൊടുത്താലേ അവർക്ക് റേറ്റ് കൂടുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിന് അങ്ങനത്തെ ഒരാളെ ആവശ്യമില്ല. ഇസ്ലാം അങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരാളും വിളിക്കൂല. മാത്രല്ല അത് നിർബന്ധിച്ച് ഒരാളെയും കൊണ്ടുവരില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടോളി. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 256 ആയത്തിൽ പറയുന്നുണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, അതായത് മതത്തിൽ ബലപ്രയോഗമില്ലെന്ന്. ഒരു കാരണവശാലും ബലം പ്രയോഗിച്ചോ പ്രേരിപ്പിച്ചോ പ്രതിഫലം കൊടുത്തോ ഒരാളെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്നാൽ ഒരിക്കലും അയാൾ മുസ്ലിം ആവുകയില്ല എന്നതാണ് സത്യം. ഒരാൾ മുസ്ലിം ആവുക ഷഹാദത്ത് കലിമ സ്വയം മനസ്സറിഞ്ഞ് ഇസ്ലാമിനെയും ഖുർആനെയും പടച്ചവനെയും പ്രവാചകനെയും മനസ്സിലാക്കി മുന്നോട്ട് കടന്നു വന്നാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അടക്കം ഇതോടെ പൊളിയുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശത്തോടു കൂടിയും ഒരു പെണ്ണോ ആണോ ഇസ്ലാമിലോട്ട് കടന്നു വന്നാലും മുസ്ലിം ആവുകയില്ല. ഉദ്ദേശശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആദ്യം അറിയേണ്ടത്, ഞാൻ വെല്ലുവിളിക്കണ്, ധൈര്യം ഉണ്ടെങ്കിൽ വിജി തമ്പി ആളെ പേര് പറയും. ഇസ്ലാം ഒന്നടങ്കം അയാളെ എതിർക്കും എന്നതാണ് സത്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ അയാൾക്ക് തലക്ക് വെളിവുണ്ടാവില്ല. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കിയൊരു വ്യക്തി ഈ 100 കോടിയും കൊടുത്ത് ഏതോ ഒരു പെണ്ണിനെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്ന് പടച്ചവൻ്റെ നിന്ന് ശിക്ഷയും വാടിക്കൂട്ടാൻ ആരും ആഗ്രഹിക്കില്ല. കാരണം അതുകൊണ്ടൊരു കാര്യമല്ല. എന്തെങ്കിലും ഒരു പ്രതിഫലം വേണ്ടേ? അതില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നെ തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാം ഇങ്ങനെ ഈ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന്. ഇതൊക്കെ ലവ് ജിഹാദ് പോലെ തന്നെ ഇസ്ലാമിനെ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇതിനൊന്നും ആരാണ് എന്താണെന്ന് ഒരു തെളിവുണ്ടാവില്ല. അതാണ് മെയിൻ സംഭവം. ഇത് പറയുന്ന ഒരു പുകയിലിരുന്നിട്ടാണ് അതങ്ങനെ കാച്ചാണ്ട് വിടുകയാണ്. അതാണ് എടുത്തിട്ട് മറ്റുള്ളവർ ഏറ്റു പറഞ്ഞോളും. എന്നിട്ട് ഇസ്ലാമിന് ഒരു അടി കൊടുക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അത് ചാനലിൽ തന്നെ പറയും. നിങ്ങളെപ്പോലുള്ളവർ ഒരു പ്രസ്ഥാനം ഇറക്കിയാൽ മതി, ഇസ്ലാം അങ്ങനെ തകർത്ത് തരിപ്പണായിക്കോളും. അവരാ നാണം കിട്ടാണ്ട് പൊയ്ക്കോളും. ഇങ്ങനെയാണ് വളരുന്നുള്ള മനസ്സായിക്കോട്ടെ. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവർ ഇരുന്നിട്ട് എങ്ങനെയാണ് ചർച്ച ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ മൂപ്പർക്ക് ഇങ്ങനെ തോന്നുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അത് പുറത്തേക്ക് വരാത്ത, അതായത് എന്താ പറയാ, അതിന് എതിരായിട്ട് അത് അല്ല എന്ന് പറയാന് വരാത്ത ഒരു സംഭവം എടുത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. തെളിവില്ല, ആളില്ല. എന്തിനപ്പ അത്ര വലിയ മഹാൻ അവിടെ വന്ന് പറയുമ്പോ
ബാക്കിയെല്ലാം മൂടി വെച്ച് 100 കോടി കൊടുക്കാന്ന് പറഞ്ഞ ആളും ഈ 100 കോടിയായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ ആളെ രണ്ടാളെ പേരെന്താ പറയട്ടെ? ആ രണ്ടാളെ പേര് പറഞ്ഞൂടെ? 100 കോടിയൊക്കെ ഉള്ള ആൾക്കാർ ആരായിരിക്കും ആസ്തിയൊക്കെ ഉള്ള ഒരു മുസൽമാനെ? അപ്പൊ ആ മുസ്ലിമിന്റെ പേരൊന്നാണ് പറയാലോ, വേറെ ആരോ ഇല്ലല്ലോ. അത് പറ്റിയില്ല. നീ കൊടുത്തിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ വ്യക്തി അതാരാണെന്ന് അതും പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് പുകയായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യം? എന്തിനാണ് അതിന്റെ ആവശ്യം? ഉണ്ടാ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇസ്ലാം അങ്ങോട്ട് തളർന്ന് തകർന്ന് തരിപ്പണായി പോകുന്നില്ല. മനസ്സിലായില്ല? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ നല്ല അടിച്ച് പൊളിച്ചോണ കുട്ടികളുണ്ട്. അത് വിവേകമുള്ളവർ മാത്രമേ ഇസ്ലാമിക്ക് വരുള്ളൂ. അല്ലാതെ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ഗതികേടൊന്നും ഇന്നൊരു ഇസ്ലാമിന് ഇല്ല, മുസ്ലിമുകൾക്ക് ഇല്ല. ഇസ്ലാം വളരാതിരിക്കണമെന്നില്ല, അങ്ങനെ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്നല്ല. മനസ്സിലായില്ല? എന്നാലും ഒരു സിനിമാ നടിനെ പോയിട്ട് 100 കോടി കൊടുത്തിട്ടേ 100 റുപ്യ 100,000 അല്ല 100 ലക്ഷം അല്ല 100 കോടി കൊടുത്തു. 100 കോടി ഉണ്ടെങ്കിൽ എത്രയോ എത്തി മക്കളെ അവർക്ക് ദാനം ചെയ്യാം. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തല്ല ആ വ്യക്തിക്ക് എത്ര 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 പുണ്യം കിട്ടും. പിന്നെ പൈസ കൊടുത്തിട്ട് കൊണ്ടേണ്ട ആവശ്യം എന്താണ്? അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ യൂറോപ്പ് മുതൽ അങ്ങോട്ട് കൊണ്ട് നോക്കി നോക്ക്, കൂട്ടമായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനൊക്കെ തലക്ക് വെളിവുണ്ടാവില്ലല്ലോ. സംഭവം അങ്ങനത്തെ ഏരിയയിലല്ല വർക്ക് ചെയ്യുന്നത്. ഒരു വെളിവുണ്ടാവോ? എന്തെങ്കിലൊക്കെ ഇരുന്ന് പുകമര ഇങ്ങനെ ഇരുന്ന് കാച്ചും. എന്തായാലും 100 കോടി 100 കോടി കിട്ടും മക്കളെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ വിജി തമ്പിനെ ഒന്ന് കാണുക, സംസാരിക്കുക. ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോട് പറഞ്ഞ വ്യക്തി ആരാ അത് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ആ എന്താണ് ഫാമിലി ഇല്ലാത്ത ഒരു വ്യക്തി പെണ്ണ് അങ്ങനെ നിൽക്കട്ടെ, ആക്ടർ, അവർക്ക് വരാൻ താല്പര്യമില്ല, പോട്ടെ. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിജി തമ്പിനെ കാണാം. മൂപ്പരോടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൂപ്പരോട് കണ്ടിട്ടൊന്ന് പറയാം. 100 കോടി ഒന്നും വേണം, 50 കോടി വന്നാലും ഞങ്ങളാണ്ട് വരാന്ന് പറയാം. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പോകുന്നോളൂ. ഇവിടെ അദ്ദേഹത്തെ പോയി കണ്ടാൽ മതി, അദ്ദേഹം തരും. 100 കോടി 50 കോടിയൊക്കെ അദ്ദേഹം തരും. ഇസ്ലാമിലേക്ക് വരുന്നെങ്കിൽ അതാണ് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ എത്ര ആൾക്കാർക്കും വരാമല്ലോ. അദ്ദേഹത്തിന് എല്ലാം അറിയാം. അങ്ങനെ ഓരോരുത്തർ വന്നാണ് ഇസ്ലാമി ഇങ്ങനെ വികസിച്ചിരിക്കുന്നത്. 100 കോടി കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ ഇസ്ലാമിക്ക് കൊടുക്കുന്നത്. എന്നിട്ടാണ് വികസിച്ചിരുന്നത്. അപ്പൊ ഈ 100 കോടി കൊടുത്ത ആള് ഇസ്ലാമിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാം വികസിക്കൂല, ആരും ഇല്ലാതെ ഇരിക്കുന്നു. അതിനിപ്പോ മനുഷ്യനാണ്, വേറെ പണിയൊന്നുമില്ല. വയസ്സാം കാലത്ത് എന്താണ് നാമം ജപിച്ചിരിക്കേണ്ട കാലത്തുനിന്ന് എന്തെങ്കിലൊക്കെ പറഞ്ഞു കാട്ടി കിട്ടും. അപ്പൊ ഓക്കെ മക്കളെ, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയും. ഞാൻ പോയി.